അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് സെൽഫ് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാട്ടോ. നമ്മുടെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാട്ടോ എല്ലാവർക്കും. നമ്മുടെ ലൈഫില് നമ്മൾ പല ആളുകളെ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. ചില ആളുകള് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരിക്കില്ല, ഒരുപാട് ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. പക്ഷെ അവര് പല ഇന്റർവ്യൂകളിലും പാസ്സാവുന്നതും അതേപോലെ അവരുടെ ലൈഫിൽ അവരാഗ്രഹിക്കുന്ന മേഖലകളിലൊക്കെ ഏറ്റവും നല്ലൊരു വിന്നിങ് ഏരിയയിൽ എത്തുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് ബിസിനസ് ഒക്കെ ചെയ്ത് സക്സസ് ആവുന്നുണ്ട്. ഒരു ജോബിന് അന്വേഷിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരുപാട് പേരുണ്ട് അല്ലെ? നമുക്ക് ചുറ്റും കാണുന്ന ആളുകൾ പലതരത്തിലുള്ളതാണ്. എന്നാൽ ഹൈലി കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകള് എന്തായിരിക്കും? അവരുടെ പർപ്പസിലേക്ക് അവർ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന ഏരിയ എവിടെയാണോ, അവരെ വിന്നിങ് ഏരിയ എവിടെയാണോ അവിടേക്ക് അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നവരുടെ കൂടെ മാത്രമേ ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അപ്പം കോൺഫിഡൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്കാണ്, അവരെയാണ് ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ എന്ന്. നമുക്ക് ചുറ്റുമുള്ള ആളുകള്, രാജ്യങ്ങള്, ലീഡേഴ്സ്, ഇങ്ങനെ പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹൈലി കോൺഫിഡൻസ് ആയിട്ടുള്ള ആളുകള് സക്സസ് ആവുന്നുണ്ട്, അവരെ ഭാഗ്യം കൂടെ തുണയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. ഭാഗ്യം എന്ന് പറയുന്നത് കോൺഫിഡന്റ് ആയിട്ട് ഉള്ള ആളുകളുടെ സക്സസിലേക്ക് അവരെത്തിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുന്നുള്ളൂ. അപ്പം ഹൈലി കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ നേടാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ കോൺഫിഡൻസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഇതെന്താണെന്നത് നമ്മൾ മനസ്സിലാക്കണം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ചില ആളുകൾക്ക് അവരുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്നും അവരുടെ ലൈഫ്, അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ ഹൈലി കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ അത് ഉണ്ടായിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും, അവർക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതുമാണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, നമ്മുടെ വീട്, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വരുന്ന ഒരു ബിലീഫ് സിസ്റ്റം നമുക്ക് ചുറ്റുമുണ്ട്. ഈ ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ കോൺഫിഡൻസ് ഹൈ ആക്കുന്നതും ലോ ആക്കുന്നതും. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഒന്ന് പവർഫുൾ ബിലീഫ് സിസ്റ്റം, ഒന്ന് വീക്ക് ബിലീഫ് സിസ്റ്റം. പവർഫുൾ ബിലീഫ് സിസ്റ്റം ഉള്ള ആളുകൾ ഹൈലി കോൺഫിഡന്റ് ആയിരിക്കും. എന്നാൽ വീക്ക് ബിലീഫ് സിസ്റ്റം ഉള്ള ആളുകളാണെങ്കിൽ അവര് ലോ കോൺഫിഡന്റും ആയിരിക്കും. അപ്പം നമുക്കും കോൺഫിഡൻസ് ലെവൽ ഉയർത്തേണ്ടതുണ്ട്. അതിനു വേണ്ടി നമുക്ക് ഈ ബിലീഫ് സിസ്റ്റത്തിനെ വടത്തിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ വടം വലിക്കൊക്കെ ഉപയോഗിക്കുന്ന വണ്ണമുള്ള കയറിൽ, ഈ വടത്തിനോട് നമ്മുടെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഉപമിക്കുകയാണെങ്കിൽ അത് ഹൈലി സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വടം എന്ന് പറയുന്നത്. പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ കഴിയില്ല. എന്നാൽ ഈ വടത്തിന്റെ ഈ ഓരോന്നും ചെറിയ ചെറിയ നാരുകൾ ചുറ്റിയിട്ടാണ് ഈ വടം രൂപപ്പെട്ടിട്ടുള്ളത്. അതേപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ ഹാബിറ്റ്സുകളും ബിലീഫ് സിസ്റ്റങ്ങളും രൂപപ്പെട്ടിട്ടാണ് ഈ ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള വടം പോലത്തെ കോൺഫിഡൻസ് നമുക്ക് ചുറ്റും, ബിലീഫ് സിസ്റ്റം നമുക്ക് ചുറ്റും രൂപപ്പെട്ടു വരുന്നത്. ഈ ബിലീഫ് സിസ്റ്റം ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഹൈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെടുത്താനുള്ള 5 ഈകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 5 ഈസ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത്തെ ഇ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ചുറ്റുമുള്ള
നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ എൻവയൺമെന്റിൽ നിന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നമുക്ക് നമ്മിൽ ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന വിജയങ്ങള്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അപമാനങ്ങള്, നമുക്ക് കിട്ടുന്ന സന്തോഷം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസും, നമ്മൾ അനുഭവിക്കുന്ന ഓരോ എക്സ്പീരിയൻസും നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ രൂപപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. നമുക്കൊരു അപമാനം, ഒരു കളിയാക്കലൊക്കെ നേരിടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അതില് നമുക്ക് സെൽഫ് ഡൗട്ട് അടിക്കുക. നമ്മളൊരാൾ കളിയാക്കുമ്പോ നീയൊക്കെ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു സെൽഫ് ഡൗട്ട് അടിക്കും, ഞാൻ ഇങ്ങനെയാണോ? അങ്ങനെയുള്ള ആളുകളിൽ ലോ ബിലീഫ് സിസ്റ്റം ആയിരിക്കും. എന്നാല് ഇങ്ങനെ നമ്മളൊരാൾ കളിയാക്കുകയാണ്, ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനോട് നമ്മളെ അടുത്ത് എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിലും ഒന്നും ഇല്ല, നമ്മൾ സക്സസ് ആയിട്ട് ചെയ്താണെങ്കിലും ആളുകൾ അങ്ങനെ ചെയ്തിരിക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് വേണം, നമ്മുടെ ഉള്ളിൽ ഒരു വാശി വേണം, ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒന്നും കൂടെ സക്സസ് ആവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഹൈലി കോൺഫിഡന്റ് ആയിരിക്കും, അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മെന്റാലിറ്റി ആണുള്ളത്, അവർക്ക് കോൺഫിഡൻസ് കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയും, അവരുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആയി മാറും. അതേപോലെ ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നതാണ് നമ്മുടെ എൻവിയർമെന്റ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ സമൂഹം, നമ്മുടെ വീട്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ ആളുകളും നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഫാമിലിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊക്കെ എപ്പോഴും അവരുടെ മക്കളും അങ്ങനെയുള്ള എല്ലാവരും അവരുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളൊക്കെ എന്തായിരിക്കും, ബിസിനസ്സിനോട് താല്പര്യമുള്ള ആളുകളായിരിക്കും. അവരെപ്പോഴും കൂടുതൽ എപ്പോഴും എല്ലാവരും അങ്ങനെയെന്നല്ല, എന്നാലും അവർക്കൊരു ബിസിനസ് ചെയ്യാനുള്ള ത്വര ചെറുപ്പം മുതലേ ഉണ്ടായിരിക്കും. അതേപോലെ ഡോക്ടേഴ്സിന്റെ മക്കൾക്ക് ഡോക്ടർ ആവാനുള്ള ഒരു ആഗ്രഹം അവരിൽ ഉണ്ടായിരിക്കും, അങ്ങനെ ആവുകയും ചെയ്യുന്നുണ്ട്. ഒരു 70% ഒക്കെ അത് അങ്ങനെ തന്നെ വരുന്നുണ്ട്. ടീച്ചേഴ്സിന്റെ മക്കൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, അതേപോലെ വരും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ എൻവിയർമെന്റ് ഈ ബിലീഫ് സിസ്റ്റത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള 4 ആളുകൾ വിജയിച്ചതാണെങ്കിൽ 5-മത്തെ വിജയം നിങ്ങളായിരിക്കും. അതേപോലെ 4 ആളുകൾ പരാജയപ്പെട്ടവരാണെങ്കിൽ 5-മത്തെ പരാജിതനും നിങ്ങളായിരിക്കും എന്നാണ്. അപ്പൊ നമ്മുടെ എൻവിയർമെന്റ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ രൂപപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ മഹാത്മാഗാന്ധി, ഒബാമ തുടങ്ങിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ അവരായിട്ട് ഉയർന്നു വന്നു. ഒബാമയൊക്കെ നോക്കുമ്പോൾ കറുത്ത വർഗത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് അമേരിക്കന്റെ പ്രസിഡന്റായി. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവും, കൂടുതൽ ആളുകളും പൊളിറ്റിക്സിലെത്തിയവര് ലോയേഴ്സ് ആയിരിക്കും. ഇവര് എന്തുകൊണ്ടാണ് അവർ പൊളിറ്റിക്സിലേക്ക് എത്തുന്നത്? നിയമപരമായ കാര്യങ്ങളെ കുറിച്ച് ഇവർക്ക് നല്ല അറിവുണ്ടായിരിക്കും. നിയമവും ഒരു രാജ്യത്തിലെ ഓരോ നിയമത്തിനെ കുറിച്ചും അവര് സാധാരണക്കാരെക്കാൾ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കും. അങ്ങനെ അവര് നിയമ ഭേദഗതികൾ പോലുള്ള കാര്യങ്ങളിലേക്ക് തിരിയുകയും അവര് പൊളിറ്റിക്സിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള മേഖല ഏതാണോ ആ മേഖലയിലേക്ക് ആവശ്യമായുള്ള എഡ്യൂക്കേഷൻ നമ്മൾ നേടിയെടുക്കണം. ആ അറിവ് നേടിയെടുക്കുന്നതിനേക്കാളും വലിയൊരു കോൺഫിഡൻസ് മറ്റൊന്നും കിട്ടാനില്ല. കാരണം നമുക്ക് മറ്റൊരാളടുത്ത് പറയാനുള്ളതോ ചെയ്യാനുള്ളതോ ആയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ ഹൈ ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ എംപവറിംഗ് ഫിഗേഴ്സ്, നമുക്ക് എപ്പോഴും ലോ കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, വിജയിച്ച ആളുകളെ എന്ത് ചെയ്യുക, മാതൃകയാക്കുക, അവരെ കുറിച്ച് പഠിക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു എംപവറിംഗ് ആയിട്ട് ആവശ്യമായിട്ടുള്ള ഫിഗേഴ്സ് ആയിട്ട്
രൂപപ്പെടുത്തുക. അത് അവരെ പിന്തുടരുക, അനുഗമിക്കുക എന്നുള്ളതല്ല, അവരുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ആ ഒരു സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കും. നമ്മുടെ ഗുരുക്കളാകാം, പൊളിറ്റീഷ്യന്മാരാവാം, അല്ലെങ്കിൽ സമ്പന്നരാവാം, അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയാണോ ആ മേഖലയിൽ വിജയിച്ച ആളുകളെ നമ്മുടെ അനുഗമിക്കുക എന്നുള്ളത്, അവരെ നമ്മളെ റോൾ മോഡൽ ആക്കുക എന്നുള്ളതും നമ്മുടെ ബിലീഫ് സിസ്റ്റം ഹൈ ആവാനും കോൺഫിഡൻസ് ലെവൽ ഹൈ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ നമുക്കൊരു ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരുപാട് വഴികൾ ഉണ്ടാവും. അതില് 5ാമത്തെ ഇ എന്ന് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ഈസി റൂട്ടാണ്. ഈസി റൂട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാന് ഒരുപാട് ദൂരെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയൊക്കെ ഉണ്ടാകും. കുറച്ച് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. എന്നാൽ നമുക്ക് അതിനേക്കാൾ ഈസി ആയിട്ട് കുറച്ച് ഈസി റൂട്ടാകുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്ക് യാത്ര ചെയ്യാൻ. നമ്മൾ ഗൂഗിളിൽ തന്നെ ഒരു വഴി സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കിലോമീറ്റർ നോക്കിയിട്ട് വളഞ്ഞു പോകുന്ന വഴികളും നോക്കും. കുറച്ച് ഉള്ളിൽ കൂടെയുള്ള വഴിയാണെങ്കിലും വേഗത്തുന്ന വഴി നോക്കും. അപ്പൊ നമ്മൾ ഏതാണ് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുക? എപ്പോഴും നമ്മൾ ഈസി ആയിട്ടുള്ള വഴിയായിരിക്കും സെലക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഒരു ഗോളിലേക്ക് എത്താനുള്ള ഈസി റൂട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതും നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം ഹൈ ആക്കാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവലും ഹൈ ആക്കും. ഇങ്ങനെ നമ്മുടെ ബിലീഫ് സിസ്റ്റം ഹൈ ആയിരുന്നാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ തന്നെ നമ്മുടെ കോൺഫിഡൻസും ഹൈ ആകും. എന്നാൽ ഇതിന്റെ പുറമെ തന്നെ കോൺഫിഡൻസ് ഒന്നും കൂടെ എംപവർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറയാണ്. അതിനുള്ള കുറച്ച് സൊല്യൂഷൻസ് ആണ് പറയുന്നത്. ABCDE, ഈ 5 ABCD വരുന്ന 5 കാര്യങ്ങളാണ് ഇതിന് പറയാൻ. എ എന്ന് പറയുമ്പോൾ ആക്ട് ആസ് ഇഫ്. നമ്മൾ ആരായി മാറണം എന്നുള്ളത് നമ്മൾ അതേപോലെ ആക്ട് ചെയ്യാം. നമ്മളിപ്പോ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതായി തീർന്നതായിട്ട് നമ്മൾ അഭിനയിക്കുക അല്ല, അതേപോലെ നമ്മൾ ചിന്തിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നമുക്ക് മുന്നിൽ 1000 ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അവര് നമ്മിൽ ഇംപ്രസ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ഒരു ബിസിനസ്സിൽ സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുക. ഈ ആക്ടിങ് നമ്മുടെ ബ്രെയിനില്, നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ക്രമേണ നമ്മൾ അതായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്താകണോ അതേപോലെ നമ്മൾ ഭാവിയിലായി തീരാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ നമ്മൾ അതേപോലെ നമ്മൾ ആയതായിട്ട് എന്ത് ചെയ്യാം? ആക്ട് ചെയ്യുക. നമ്മൾ അത് അങ്ങനെ തന്നെ അഭിനയിച്ച് ജീവിക്കുക. ആ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മിലെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഹൈ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ ബോഡി ആക്ടിവേഷൻ. നമ്മൾ ആരാണോ ആകുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ഈ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആക്ടീവ്സ് ഒക്കെ ആണ്. അവരൊക്കെ നമ്മളെപ്പോ നോക്കിയാലും അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സെലിബ്രിറ്റീസ് ഒക്കെ തന്നെ ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? അവർക്കും പ്രശ്നങ്ങളില്ലേ? നന്നായിട്ട് ഒരു ദിവസം നല്ലൊരു പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞ ആളുകൾ നമ്മൾ പല ആക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. പിറ്റേന്ന് സൂയിസൈഡ് ചെയ്തു, നല്ല പാർട്ടിയിലൊക്കെ അടിപൊളിയായിട്ട് തിളങ്ങിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അങ്ങനെ പ്രശ്നങ്ങൾ അവർക്കുണ്ട് എന്ന് പറയുന്നതിനാട്ടോ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. പക്ഷെ ആ ഒരു ഏത് സമയത്താണെങ്കിലും അവരെ ഒരു നടത്തത്തിന്റെ രീതിയുണ്ട്, ബോഡി സ്ട്രക്ചർ, ആ രീതിയിലായിരിക്കും അവര്. നമ്മൾ തന്നെ ഒരു ചടഞ്ഞിരുന്ന ഒരു കമ്പ്യൂട്ടറിന് മുമ്പ് നിന്നൊക്കെ ഒരു വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചറിയാം. അപ്പൊ നമ്മുടെ എനർജി ലെവൽ വളരെ ലോ ആയിരിക്കും. എന്നാൽ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നമ്മൾ നല്ലൊരു കോൺഫിഡൻസോടുകൂടി അതിനനുസരിച്ച് നല്ലൊരു ഡ്രസ്സിങ്ങോടൊക്കെ കൂടി ഇരുന്നിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കും, ഹൈലി എനർജറ്റിക് ആയിരിക്കും. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ വേറൊന്ന് ഞാൻ പറയാം. നമ്മള്
ഒരു ബെഡിൽ കിടന്നുകൊണ്ട് ഒരു ബുക്ക് വായിക്കാം, എത്ര പെട്ടെന്ന് നമ്മൾ ഉറങ്ങിപ്പോവും ഇല്ലേ? നമ്മൾ വേഗം ഉറങ്ങിപ്പോകുന്നുണ്ടോ? അതേ സ്ഥാനത്ത് ഒരു ചെയറിൽ ഇരുന്നാണെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് നമ്മൾ ഉറങ്ങിപ്പോകില്ല. ഇതേപോലെയാണ് നമ്മുടെ ബോഡി ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളെ ബോഡിനെ കൂടെ നമ്മൾ അതേ രീതിയിലാക്കി എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ആ ഒരു സിസ്റ്റം വന്നിരിക്കും. അതേപോലെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എ ബി ബോഡി ആക്ടിവേഷൻ ആണ്. സി എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. നമ്മൾ ഒരിക്കലും നമ്മെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരു സോഷ്യൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ് പ്രകാരം ഒരു സർവേ നടന്നിട്ടുണ്ട്. ആ സർവേയിൽ പറയുന്ന പ്രധാന കാര്യം എന്താണെന്ന് അറിയോ? സോഷ്യൽ മീഡിയ ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ടോ, അവര് എന്താ സ്ട്രെസ്സിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നായിരുന്നു അവര് സർവേ നടത്തിയത്. എന്നാൽ അതില് അവർക്ക് കണ്ടെത്താൻ പറ്റി സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ട് ആർക്കും സ്ട്രെസ് വരുന്നില്ല. പക്ഷെ അതിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ എന്ത് ചെയ്തിട്ട് അവരുടെ ലൈഫ് കണ്ടിട്ട് എനിക്ക് ഇതുപോലെ ഇല്ലല്ലോ എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ സ്ട്രെസ്സിലേക്ക് പോയിട്ടുണ്ട്. അതിൽ കാണുന്ന ലൈഫ് റിയൽ ലൈഫ് ആണെന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയ കമ്പാരിസൺ ആണ് സ്ട്രെസ്സിന് കാരണമായത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ഇന്ന് പോലെയാണോ നാളെ എന്നുള്ളത്. ഇന്നത്തെക്കാൾ കൂടുതൽ എന്റെ നാളെ ഞാൻ ബെറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗുഡാണ്. ഞാൻ മറ്റൊരാളെയും ഞാൻ നോക്കേണ്ടതില്ല, എനിക്ക് അതിന് കഴിയും. എന്താണോ എന്റെ ഗോൾ എന്താണ് അത് അച്ചീവ് ചെയ്യാൻ കഴിയും. അതിന് ഒരേ ഒരു കാര്യം മാത്രം നോക്കുക, ഇന്നലത്തെ എന്നിൽ നിന്നും ഇന്നെനിക്ക് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. ഡി എന്ന് പറയുന്നത് ഡിബാറ്റ് ആണ്. ഡിബാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും അത് ആവശ്യമുണ്ടോ എന്നുള്ളത് അല്ലെ. നമ്മൾ ഒരാളെടുത്ത് തർക്കിച്ച് വിജയിക്കാനല്ല, നമ്മുടെ അറിവുകളും അവരുടെ അറിവുകളും എന്ത് ചെയ്യാൻ ഹൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിബാറ്റ് ചെയ്യണം. നമുക്ക് അവരെ പറഞ്ഞ കാര്യത്തോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ, തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ അറിവുകളെ ഷെയർ ചെയ്യാം. അതിന് നമ്മളെപ്പോ ശ്രമിക്കണം. അത്രയാണ്. ഒരു കാര്യം കേട്ടിട്ട് നമ്മളെ ഉള്ളിൽ ഒരു സെൽഫ് ഡൗട്ട് വന്നു, ഞാനിപ്പം തന്നെ പറയുന്നുണ്ട്, ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മിണ്ടാതിരിക്കല്ല, അത് എന്ത് ചെയ്യണം? അതിനെ ഡിബാറ്റ് ചെയ്യണം. ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവല് ഹൈ ആക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ അത് പറയുന്ന സമയത്ത് അവരോട് തർക്കിക്കാനല്ല, നമുക്ക് ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ചോദിക്കാം. അപ്പൊ അവര് പറയുന്നു നമ്മൾ പറയുന്നു ആയിട്ട് യോജിക്കുന്ന സമയത്ത് പുതിയൊരു സൊല്യൂഷൻ അവിടെ വരുന്നുണ്ടാവും. അപ്പം ഈ ഡിബാറ്റ് എന്ന് പറയുന്നതും കോൺഫിഡൻസിനെ ഹൈ ആക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഇ എന്ന് പറയുന്ന ഒരു ലെറ്ററും കൂടെ ബാക്കിയുണ്ട്. എ ബി സി ഡി ഇ പറഞ്ഞു. ഇ എന്ന് പറയുന്നത് എക്സ്പോസ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് ഉള്ളിൽ മൂടി വെക്കല്ല വേണ്ടത്, അത് നമ്മൾ പുറത്തെടുക്കണം. നമ്മളത് പുറത്തെടുത്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ന് ശ്രമിക്കുന്നു, അന്ന് മുതൽ നമുക്ക് കോൺഫിഡന്റ് ഉണ്ടായി വരികയുള്ളൂ. ഈ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പറഞ്ഞല്ലോ, നമ്മുടെ സിറ്റുവേഷനില് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഹൈ ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്ന, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുന്ന ആളുകള്, അതേപോലെ അവരിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാത്ത ആളുകളൊക്കെ എന്തായിരിക്കും? ഹൈലി കോൺഫിഡന്റ് ആയിരിക്കും. അവർ പൊതുവെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ഒരുപാട് കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ കിട്ടിയ ആളുകൾക്ക് കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും. അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ നിന്ന് അറിയാതെ ഒരു ഭയം വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ഭയം, ഈ ഒരു ഫിയർ അവരൊരു കാര്യം ചെയ്യാനും അനുവദിക്കില്ല. ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞത്. നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം?
നല്ല ഹൈ ആയിട്ടുള്ള നല്ലൊരു വടം ആക്കി നമ്മൾ മാറ്റിയിരിക്കണം നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന്. അതിന് നമ്മൾ എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് പറഞ്ഞത്. നമ്മളെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നമ്മുടെ എൻവിയർമെന്റ് നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം രൂപപ്പെടുന്നതിന് സഹായിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻവിയർമെന്റ് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലെ. നല്ല എൻവിയർമെന്റ് ആണെങ്കിൽ നമ്മുടെ ബിലീഫ് സിസ്റ്റം നന്നായിരിക്കും. അതുകൊണ്ട് നല്ല ആളുകൾ നമ്മുടെ കൂടെയുള്ളവരും അല്ലാതെ നമ്മളെ തളർത്തുന്ന ആളുകളൊക്കെ ആരോ ആണെന്ന് നമ്മൾ മനസ്സിലങ്ങ് വിചാരിക്കുക. അവരുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. എത്ര അടുത്ത ആളുകളാണെങ്കിൽ ആ ബന്ധം നിലനിർത്തണം. പക്ഷെ നമ്മുടെ ബിലീഫിലേക്ക് അവരെ കൊണ്ടുവരാൻ പാടില്ല. അവര് പുറത്താണ്, നമ്മളോട് സഹകരിക്കുന്ന നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ ഹൈ ആക്കുന്ന എൻവയർമെന്റിനെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യാം. അല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ എഡ്യൂക്കേഷൻ, ഏത് മേഖലയിലാണോ നമുക്ക് വേണ്ടത് ആ മേഖലയെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കുകയും അറിയുകയും ചെയ്യാം. ഈ അറിവ് നമ്മൾക്കുള്ളിടത്തോളം കാലം മറ്റാർക്കും നമ്മളെ തളർത്താൻ കഴിയില്ല. അതേപോലെ എംപവറിംഗ് ഫിഗേഴ്സ്, ഇത് കോൺഫിഡൻസ് കുറവുള്ള ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് നമുക്കും ചെയ്യാം. നല്ല ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ, വിജയിച്ച ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു റോൾ മോഡൽ ആയിട്ട് സ്വീകരിച്ചിട്ട് അവരെ വിജയ ഭാഗങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് പകർത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ളപ്പോൾ അറിയാതെ തന്നെ അവരിലുള്ള ക്വാളിറ്റീസ് നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഏതൊരു മനുഷ്യനും പോസിറ്റീവും നെഗറ്റീവും ഇല്ലാതിരിക്കില്ലല്ലോ. ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താതെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ഈസി റൂട്ട്, ഒരു കാര്യത്തിന് ഒരുപാട് നീണ്ടു വളഞ്ഞ വഴികളും ഉണ്ടാവും, ഈസി ആയിട്ട് എത്തുന്ന വഴികളും ഉണ്ടാവും. ആ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിജയിച്ച ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കുക, ബുക്സ് വായിക്കുന്നത്, അവരുടെ ലൈഫ് സ്റ്റോറികൾ കേൾക്കുന്നത്. അവർക്ക് സംഭവിച്ച അപാകതകൾ നമ്മളിൽ സംഭവിക്കാതെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ കഴിയുന്നതാണ്. പിന്നെ അതേപോലെ നമ്മുടെ കോൺഫിഡന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം ഹൈ ആവും. ബിലീഫ് സിസ്റ്റം ഹൈ ആവുമ്പോൾ നമ്മുടെ കോൺഫിഡന്റും ഹൈ ആവും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടെ ഹൈ ആക്കാനുള്ള കുറച്ച് സൊല്യൂഷൻസ് ആണ് ABCDE എന്ന് പറഞ്ഞത്. ആക്ട് ആസ് ഇഫ്, നമ്മൾ ആരായി തീരണോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവരായിട്ട് നമ്മൾ തന്നെ സ്വയം മാറുക. ഈ ഒരു കളവുണ്ടല്ലോ, നമ്മളോട് പറയുന്ന കളവ്, ഞാൻ അങ്ങനെ ആയി എന്ന് പറയുന്നത്, അത് നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിന് നമ്മളെ അങ്ങനെ ആക്കി സിസ്റ്റം രൂപപ്പെടുത്തും. അത് നമ്മളെ അങ്ങനെ ആക്കിയെടുക്കും. നിങ്ങൾ ഒരു ബെസ്റ്റ് സ്പീക്കർ ആവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അടച്ചിട്ട റൂമുകളില്, പിന്നെ ഇപ്പൊക്കെ മൊബൈല് ക്യാമറ വീഡിയോ ഓൺ ആക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. കുറെ ആളുണ്ടെന്ന് വിചാരിച്ചൊക്കെ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അതൊരു ടീച്ചറാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വേഗം ബുക്കും എടുത്ത് റൂം അടച്ചിട്ടിട്ട് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളാണെന്ന് വിചാരിച്ചിട്ട് അത് സാവധാനം നമ്മളിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് സക്സസ് ആവാനും കഴിയും. ഏറ്റവും ഹൈ ആയിട്ടില്ലെങ്കിലും അതിന്റെ ഒരു 80% എങ്കിലും അവര് ഭാവിയിലായി തീരും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ അതേപോലെ ബോഡി ആക്ടിവേഷൻ ആണ് നമ്മുടെ സ്ട്രക്ചർ. നമ്മളെപ്പോഴും ഒരു നല്ല എനർജി കീപ്പ് ചെയ്ത് ഹൈ ലെവലിൽ തന്നെ നിൽക്കുക. നമ്മള് ഒരു ബിസിനസ്മാൻ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ബിസിനസ്മാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അയാളെ ഡ്രസ്സിങ്ങിൽ, അയാളെ നടത്തത്തിൽ, അയാളെ സംസാരത്തിൽ നീങ്ങാം. പിന്നെ ഒരു സ്പീക്കർ, മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്ന് വിചാരിക്കുന്ന ആളുകൾ അയാളെ പോലെ സംസാരിക്കുക. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. ഒരു ടീച്ചർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ടീച്ചറെ പോലെ സംസാരിക്കുക. ഇത് നമ്മളെ ചെറിയ മക്കളിലൊക്കെ നമ്മൾ കാണലുണ്ട് അല്ലെ. ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും അവരത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചെറിയ പ്രായത്തിൽ. അങ്ങനെ അത് തുടർന്ന് പോകുന്ന ആളുകൾ അങ്ങനെ തന്നെ ആയി മാറുന്നുണ്ട്. ഒരിക്കലല്ലേ, അപ്പോ ഇല്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും. പിന്നെ കമ്പാരിസൺ, ഒരിക്കലും മറ്റൊരാളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. എന്നാൽ നമ്മുടെ ഇന്നലത്തെ പോലെ ഇന്നാവാൻ പാടില്ല. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായാല് കോൺഫിഡന്റ് ലോ ആവട്ടോ. നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ കമ്പയർ ചെയ്യാം. പിന്നെ ഡിബാറ്റ് ആണ് പറഞ്ഞത്. നമ്മളെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങള് എന്ത് ചെയ്യാം, അത് ചോദിക്കണം. അത് പോസിറ്റീവായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും വേണം. എക്സ്പോസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള അറിവുകളെ, ഉള്ളിലുള്ള എന്തെല്ലാം ഉണ്ടോ, നമുക്കുള്ള പോസിറ്റീവ്സ് ഉണ്ടോ, അതൊക്കെ നമ്മൾ പുറത്തെടുക്കാൻ ശ്രമിക്കണം. പുറത്തെടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇതില് നമ്മുടെ സമയം ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പും ഉപയോഗപ്പെടുത്താട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ എന്തായാലും നമ്മുടെ എല്ലാവർക്കും സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ ശബന മാം. വളരെ നല്ല മനോഹരമായിട്ട് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളും നമ്മുടേതായ ഒരു രീതിയിലേക്ക് ഇറങ്ങി വന്ന് അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ താങ്ക് യു. ഉണ്ടെങ്കിൽ ഈ സമയം ഉപയോഗപ്പെടുത്താം. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പില് നമുക്ക് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതില് ചോദിക്കാം കേട്ടോ. ഈ ലിങ്ക് ഇപ്പം കട്ടാവോ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്താട്ടോ. പിന്നെ ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ദിവസത്തിലും നിങ്ങളുടെ നിസ്കാര കുപ്പായത്തിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഇത് കേൾക്കാൻ വന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അതിനൊരിക്കൽ കൂടി നിങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ താങ്ക്സ് പറയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ നിങ്ങൾ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇതിന്റെ റെക്കോർഡ്സ് നിങ്ങൾക്ക് കുറച്ച് 2 ദിവസമല്ലേ ജബാന മാം അവൈലബിൾ ആയിരിക്കും. അത് കേട്ടിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മാം അത് ലിങ്ക് കട്ടാവാനായിട്ടുണ്ട് സിസ്റ്റത്തിനെ കുറിച്ചിട്ടല്ലേ മാം പറഞ്ഞിട്ടുണ്ടായത്? എങ്ങനെ? അതിൽ തന്നെ രണ്ട് പിന്നെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സ്ട്രോങ്ങും പിന്നെ ലോ ബിലോ അതില് ലോ പവർഫുൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ലോ ആയിട്ടുള്ള കൂടെ പറയാൻ നമുക്ക് സമയം. ലോ ആയിട്ടുള്ള ആളുകൾ ഇതിലൊക്കെ ലോ ആയിരിക്കും, കോൺഫിഡൻസ് ലെവൽ ലോ ആയിരിക്കും. അവർക്കൊരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയൂല. ഈ കോൺഫിഡൻസിന്റെ ലോ ആയിട്ടുള്ള കോൺഫിഡൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കാര്യവും ചെയ്യാനോ ഒരാളടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാനോ ഒന്നും അവരെ ഭയം, ഉള്ളിലൊരു ഭയം വരും, അവരനുവദിക്കൂല. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റും നമ്മൾ കാണലില്ലേ, ജോലിയൊന്നും കിട്ടാതെ നടക്കുന്നത്. എന്നാൽ വളരെ ചെറിയ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും, അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടിയിട്ടുണ്ടാവും. ഇതെന്തുകൊണ്ടാണ്? അവരെ കോൺഫിഡൻസ് ലെവൽ ലോ ആയതുകൊണ്ടാണ്. വീക്ക് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം ആണ് അവർക്കുള്ളത്. അത് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 90% അവരുടെ എൻവിയറമെന്റ് തന്നെ ആയിരിക്കും, അവർ ജീവിച്ച ചുറ്റുപാടുകളിൽ നിന്ന് അങ്ങനെ കിട്ടിയതായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് ഇതെന്ത് ചെയ്യേണ്ടത്, കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ ആണോ? ഇനി എന്തായാലും ചോദിക്കണോ, പറയണോ? ഓക്കെ ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ വൈൻഡപ്പ് ആവും കേട്ടോ. മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്റെ നമ്പറിൽ ഒന്ന് മെൻഷൻ ചെയ്തിടുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്തു കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.